ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് വ്ളോഗ്. ഇന്നൊരു ചെറിയ വ്ളോഗാണ് ഗൈസ്. ഇനിയിപ്പം ഡെയിലി വ്ളോഗ് കുറച്ച് സീനായതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങുമ്പോഴൊക്കെ പറ്റുന്ന പോലത്തെ ചെറിയ ചെറിയ വ്ളോഗ്സ് ഇടാം. അപ്പോൾ ഡ്യൂറേഷൻ കുറവായിരിക്കും ഗൈസ്, സോ പ്ലീസ് അഡ്ജസ്റ്റ് എൻ്റെ ലിമിറ്റേഷൻസ്. അപ്പോൾ ഇപ്പോൾ കോസ് കഫേയിലാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് എന്നെയും കാട്ടി ക്രൗഡ് ഫോബിയ ഉള്ള ഒരാളെയും കൊണ്ടാണ് ഞാൻ വന്നേക്കുന്നത് ഗൈസ്. അപ്പം നമ്മളിവിടെ മാംഗോയുടെ ഒരു സ്പെഷ്യൽ മെനു വന്നെന്ന് പറഞ്ഞാൽ അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി വന്നതാണ്. കോസിൽ മാംഗോ സ്റ്റിക്കി റൈസിൻ്റെ മാച്ച ഡ്രിങ്ക്. അപ്പോൾ അതെന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു വന്നത്. നീ എന്താ പറയുക, കോക്കനട്ട് വാട്ടറാ? കോക്കനട്ട് വാട്ടർ മാച്ച ഫോം. കോക്കനട്ട് വാട്ടർ മാച്ച ഫോം. രണ്ട് മാച്ചയുടെ സാധനങ്ങളാണ്. പിന്നെ കുറേ മാംഗോയുടെ ഡിഷസും ഉണ്ട്. അപ്പോൾ അതും കൂടെ ട്രൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞത് മാംഗോ സ്റ്റിക്കി റൈസ് മാച്ച. അതെ തന്നെ, മാംഗോ സ്റ്റിക്കി റൈസ് മാച്ച. അപ്പോൾ ഗൈസ് എന്തായാലും സാധനം വരട്ടെ, കാണിച്ചു തരാം ഞാൻ. ഇവിടെ പിന്നെ നിറച്ചും ജനം, അതുകൊണ്ടാണ് ഞാൻ മൊബൈൽ ക്യാമറ അധികം തിരിക്കാത്തത്. ആൾക്കാരൊക്കെ ഓൾറെഡി നോക്കുന്നുണ്ട്. സോ ഒരു ഇൻട്രോവേർട്ടിന്റെ രോദനം. ഒരു ഫേമസ് അല്ല ഗൈസ്, ആൾക്കാർ നോക്കും ഇത് ഏറെ ക്യാമറയും കൊണ്ടിരിക്കുന്നതെന്നുള്ളത്. അപ്പൊ അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്തായാലും ഗൈസ് ചെറിയ വ്ളോഗായിരിക്കും. അഡ്ജസ്റ്റ്. മിസ്റ്റർ അജിത് ബാബു വരുന്നുണ്ട്. കാണിക്കട്ടെ എന്തുണ്ട് പരിപാടി? ഇത് നമ്മളെ അജിത് ബാബു, നമ്മളെ പൃഥ്വിരാജിന്റെ ട്രെയിനറാണ് ഗൈസ്. ഇല്ല, ഞാൻ ജസ്റ്റ് ഒരു വ്ളോഗ് എടുത്തോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ വന്നുകൊണ്ട് കാണിച്ചതാ. അപ്പൊ എന്തായാലും അങ്ങനെ ഗൈസ് ഇപ്പോൾ ഈ വന്നത് നമ്മുടെ പൃഥ്വിരാജിൻ്റെ ട്രെയിനറാണ്. പുള്ളി എനിക്ക് തോന്നുന്നു എത്രയും വർഷമായിട്ട് പൃഥ്വിരാജിൻ്റെ ട്രെയിനറാണ്. പൃഥ്വിരാജിന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു നമ്മളെ മറ്റേ ആലപ്പുഴ ജിംഖാനയിലൊക്കെ ടൈമിൽ ലുക്മാൻ്റെയും അങ്ങനെ ഒരുപാട് സെലിബ്രിറ്റികളുടെ ട്രെയിനറാണ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാം. ഈ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. പുള്ളി നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ജിം ട്രെയിനറാണ്. ഇവിടെ ലിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ഒരു ജിമ്മുണ്ട്. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു ഒരുതെല്ലാം സെലിബ്രിറ്റി ആൾക്കാരും ഒക്കെ വരുന്ന ഒരു സ്ഥലമാണ് ഗൈസ്. അപ്പം ഞാൻ പോകാൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് നെക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ പോയി അവിടെ വല്ല സ്ക്വാട്ടാ മറ്റേ സാധനങ്ങളോ വല്ലതും ചെയ്ത് പണിയാവുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ പോകാത്തത്. അതുകൊണ്ട് മാത്രം. ഇല്ലെങ്കിൽ ഞാൻ പോയിട്ട് പൃഥ്വിരാജിനെയൊക്കെ പോലെ ബോഡി സെറ്റ് ആക്കിയാണ് ഗൈസ്. എവളെന്നെ എരിയേറ്റിട്ട് ഞാൻ പോയി അവിടെ പോയി വെയിറ്റ് നോക്കണം. ഞാൻ അതോടെ കിടപ്പിലാവും. പണ്ടൊരു കാലം ഉണ്ടായിരുന്നു, സനി ഭയങ്കര ജിമ്മിലൊക്കെ പോയി സെറ്റായിട്ട് നിൽക്കുന്ന ഒരു കാലം കാണണമായിരുന്നു. സനിയെ സൈഡ് ആംഗിളിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ പൃഥ്വിരാജ്, വേറൊരു ആംഗിളിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ KGF-ലെ നടൻ, ഫ്രണ്ടിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ വേറെ ആരോ, അങ്ങനെയൊക്കെ ആയിരുന്നു. സോ നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും മറ്റേ കോസ്റ്റർ നമുക്ക് ഉടനെ തന്നെ ആ ഒരു പൃഥ്വിരാജിനെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ കം ഓൺ ഗൈസ്. നമുക്ക് വട്ടായി. ഒന്നാമത്തെ കാര്യം ഞാൻ ജിം ആയിട്ടില്ല. ഇതുള്ളല്ലോ, സീനാണല്ലോ. അടിപൊളി കേട്ടോ. അതൊന്ന് ഫോട്ടോ എടുക്കാൻ പോലും സമ്മതിക്കുന്നതിന് മുമ്പ് എന്നെ കോളാക്കും അവള്. ഇതാണ് അതിൻ്റെ കോക്കനട്ട് വാട്ടർ. അപ്പൊ ഗൈസ് ഇതാണ് അവളുടെ കോക്കനട്ട് മാച്ച. പല സാധനങ്ങളല്ലേ. ബുദ്ധിമാൻ. ഇവിടെ കൊണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ് കേട്ടാ. ഈ ചപ്പ് ചവറൊക്കെ എടുത്ത് മാറ്റിക്കേ. ചപ്പ് ചവറ് എൻ്റെ ടെക്ക് സാധനങ്ങൾ ഗൈസ്. നിന്റെ എങ്ങനെ ഉണ്ടെന്ന് പറ ആദ്യം. മാച്ച അകത്തെന്തോ സാധനമൊക്കെ ഉണ്ട്. അതന്നെ, അത് കലക്കണം മൊത്തത്തിൽ. അതിനെ മൊത്തം മിക്സ് ചെയ്തോ. സ്ട്രോ ആണ്. അതിനെ ഇടിച്ച് പൊട്ടിച്ചാ ഇല്ല, എന്തോ സാധനം. ഇല്ല കുഴപ്പമില്ല, വ്ളോഗിൽ വരുത്തി. ഇനിയിപ്പോൾ കുഴപ്പമില്ല, വ്ളോഗിൽ വന്നു. ഒരു മിനിറ്റ്. അപ്പം വീണ്ടും ബാക്ക് ഇൻ നമ്മളെ ടേസ്റ്റിംഗ് സെഷൻ. കുടിച്ചിട്ട് പറയേ എന്തോന്നാണ് കണ്ണുരുട്ടി കാണിക്കണം. എനിക്ക് കൂടുതലും മറ്റേ ടെൻഡർ കോക്കനട്ടിന്റെ വെള്ളമുള്ളേ ആണല്ലോ. എന്താ പറയാ, മാച്ച എല്ലാരും കോക്കനട്ട് വാട്ടർ വെച്ചാണ് കുടിക്കണത് കൂടുതലും. അതാണ് നിൽക്കുന്നത്. പക്ഷെ മാച്ചയുടെ ടേസ്റ്റ് നീ കിട്ടുന്നില്ല. അത് ഞാൻ കുടിക്കാം. എനിക്കൊന്ന് മിക്സ് ചെയ്യാതെ കുടിക്കണം. അപ്പൊ കോക്കനട്ട് വാട്ടറല്ലേ കിട്ടത്തുള്ളൂ. പക്ഷെ സാധനം കൊള്ളാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു കരിക്ക് വെള്ളം കുടിക്കുന്ന പോലെ അല്ലേ. തിക്കായിട്ടുള്ള ഒരു ക്രീമി കരിക്കും വെള്ളം. അതെ, നോർമൽ. ഇതാണ് ഗൈസ് നമുക്ക് കുടിക്കേണ്ട മെയിൻ ഐറ്റം. ഇങ്ങനെ കലക്കാറുണ്ടെങ്കിൽ ഞാൻ കലക്കാം. എല്ലാം ഞാനെന്ന് പറഞ്ഞ് കലക്കുന്നുണ്ട്. അശോകന്റെ പാല് കുറച്ച് കലങ്ങിയില്ല. അതിന്റെ അടിയിലാണ് മാങ്ങ കിടക്കുന്നത്. എല്ലാം അതിന് എന്തൊക്കെയോ ആക്രാന്തോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടപ്പോഴേ എനിക്കൊരു കൊതി കുടിക്കാൻ. അയ്യോ,
അതിനെ മൊത്തം കുളം ഗൈസ്. ഇതുപോലെ ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുള്ളവരുണ്ടോ നിങ്ങളെ കൂട്ടത്തിൽ? കുറച്ച് ക്ലംസിയാണ്. കുറച്ചാ? ഓക്കെ, വെയിറ്റ് ചെയ്യ്, ഞാൻ ഇപ്പൊ സെറ്റ് ആക്കി തരാം. ഗൈസ് എന്തൊക്കെയാണ് കാണുന്നത്? ആ ഒരു എന്തോടെ അതിനകത്ത് കിടക്കുന്ന ഐസാണോ? ഐസല്ല, മാങ്ങയാണോ? ഐസ്. ഐസാ. അതിനെ ഇട്ട് പതുക്കെ കറക്കുക, അല്ലെങ്കിൽ അത് തെറിച്ച് നിന്റെ തലയിൽ തന്നെ വന്ന് വീഴും. ഞാൻ ഈ സമയത്ത് ശ്വാസിനെ മിസ് ചെയ്യും. ഇങ്ങടുത്താണ് ചൊപ്പിന്റെ സൈഡിലൊക്കെ ആക്കിയിരിക്കുന്നത്. അടിപൊളി സാധനം. ഞാൻ കുടിക്കട്ടെ. ഇങ്ങോട്ട് ഗിമ്മി. എക്സ്ചേഞ്ച് ചെയ്യണോ? അല്ല, ഒരു എക്സ്ചേഞ്ചും ഇല്ല. അയ്യടാ, ഞാൻ ഈ സ്പെഷ്യൽ സാധനം കുടിക്കാൻ വേണ്ടിയാണ് വന്നത്. എവളെയും കൊണ്ട് വന്നിട്ട് അതിനെ കലക്കി കോളമാക്കി. റൈസ് ഇത് മറ്റേ സ്റ്റിക്കി മാംഗോ റൈസ് പുഡിങ്. ഞാൻ കുടിച്ച പോലും ഇല്ല. വീണ്ടും വീണ്ടും കൈ വന്നോണ്ടിരിക്കും. എന്തൊരു ആക്രാന്തം നോക്കിയാണ്. ഈ സാധനം അത്രയും നല്ലതാണെന്ന് തോന്നട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ആക്രാന്തം ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബിക്കോസ് എനിക്ക് മാംഗോ സ്റ്റിക്കി റൈസ് ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ അതിന്റെ ടേസ്റ്റ് അല്ല ഇത്. മാങ്ങ ഞാൻ ആദ്യം കുടിച്ചോട്ടെ ഒന്ന്. നല്ല തിക്ക് മാംഗോയില് മാംഗോയില് മാച്ചയുടെ ചെറിയ ടേസ്റ്റ്. ഗ്രീൻ ആണ്, പക്ഷെ റൈസിന്റെ ഇതൊക്കെ ഉണ്ട്. അതെ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നേരെ കൈ വരുന്നുണ്ട്. പൊടി നല്ല ടേസ്റ്റ് ഈ സാധനം. അടിപൊളി, അടിപൊളി സാധനം. ഇത് മാങ്ങ സീസൺ കഴിയണ വരെ ഇത് കരിക്കും വെള്ളം നല്ല തിക്കായിട്ട് എന്തോ ക്രീമിൽ അടിച്ചിട്ട് കുറച്ച് മാച്ചയുടെ ടേസ്റ്റ്. പക്ഷെ രണ്ടിനും ഗ്രീൻ കളർ ഉണ്ട്. പക്ഷെ മാച്ചയുടെ ടേസ്റ്റ് പ്രോമിനൻ്റ് അല്ല. പക്ഷെ ചിലവർക്ക് ആ പ്രോമിനൻ്റ് ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല, അതായിരിക്കും. ഇത് കൊള്ളാം കഴിച്ചു, നല്ല സാധനം. ആർക്കെങ്കിലും മാച്ച അത്രയ്ക്ക് അങ്ങോട്ട് ഓവർ പവറിങ് ഒന്നുമല്ല, പക്ഷേ മാംഗോ സ്റ്റിക്കി റൈസിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. ദിസ് ഈസ് ഗുഡ്. അടുത്ത എന്തെങ്കിലും ഒരു ഡിഷ് ഞാൻ ഓർഡർ ചെയ്യട്ടെ കഴിച്ചു. ഒരു പുതിയൊരു ഫുഡിൻ്റെ മെനു വന്നിട്ടുണ്ട്. അതിൽ നിന്നും കൂടെ എന്തെങ്കിലും ഓർഡർ ചെയ്യാം. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞത്, ഇന്നൊരു ചെറിയ വ്ളോഗായിരിക്കും ഗൈസ്. സോ ബെയർ വിത്ത് മീ. ഓക്കെ ഗൈസ്, ഇതാണ് സാധനം. മാംഗോ അലൂമി ടാക്കോ. ഇതിപ്പോൾ എങ്ങനെയാണ് കഴിക്കുക? അങ്ങനെ തന്നെ അതിനെ ഫോൾഡ് ചെയ്തിട്ട് എല്ലാം കൂടെ തട്ടി മറ്റേലോട്ട് എടുത്തിട്ട് നമ്മളെ ചിക്കൻ അതൊക്കെ ടാക്കോ ബെൽസിലെ ചിക്കൻ ടാക്കോ ഇല്ലേ, അതൊക്കെ എന്ത് രസമായിട്ടാണ് വെച്ചേക്കുന്നത്. കഴിക്കാൻ എളുപ്പമാണ്. എന്നെ വായിക്കകത്തൂടെ അകത്തൂടെ കൊണ്ട് വെക്കരുത് ക്യാമറ. നീ കേൾക്കും. എന്തൊരു കോൺഷ്യസ് നോക്കിയാണ് ഇതൊക്കെ ഇങ്ങനത്തെ ആംഗിൾ. അത് കുഴപ്പമില്ല. ഇയാൾ മണ്ടൂസാണെന്ന് എല്ലാവർക്കും അറിയാം. ഇനി പ്രത്യേകിച്ച് അറിയാം. ഞാൻ ഇങ്ങനെയല്ല നേരിട്ട് കാണാൻ. എന്നെ കുളമായിട്ടാണ് കാണിക്കുന്നത്. ദൈവമേ ആണ്. നല്ല റിവ്യൂ വരൂ. ഒരു മാംഗോ മറ്റേ പനീർ, നമ്മുടെ ഹലൂമി സാലഡ് കഴിക്കുന്ന പോലെ. ടാക്കോ കഴിക്കുന്ന പോലെയല്ല, സാലഡ് കഴിക്കുന്ന പോലെ ഉണ്ട്. ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ട്. മറ്റേ സാലഡ്, പ്ലെയിൻ സാലഡ് കഴിക്കില്ലേ, അതുപോലൊരു ഫീലാണ്. കഴിച്ചു നോക്കിയേ. ഓക്കെ സാർ, അത് ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. കൊള്ളാമെന്ന് പറഞ്ഞാൽ ഇതാണ് സാധനം കഴിച്ചു. ഇതിനെ എങ്ങനെ എടുക്കുക? ടാക്കോ നമ്മൾ എപ്പോഴും ഇങ്ങനെ എടുക്കുക, ടാക്കോയുടെ ഷേപ്പിൽ എടുത്തിട്ട്. നല്ലതാ. പക്ഷെ സാലഡ് കഴിക്കുന്ന പോലെ, ടാക്കോ കഴിക്കുന്ന പോലെ അല്ലല്ലോ. സാലഡ് ഫീൽ അല്ലേ? ഒബ്വിയസ്ലി ഇത്ര സാധനം ഉള്ളപ്പോൾ അങ്ങനെയല്ലേ ഫീൽ ചെയ്യും. പക്ഷേ കൊള്ളാം. ടാക്കോയുടെ നല്ല ഫില്ലിങ്. ഒരു മിൻറ്റിൻ്റെ ഒരു മയണൈസ് ഉണ്ട്. മയണൈസ് കുറച്ചും കൂടെ വേണമായിരുന്നു. ടോസ്റ്റഡ് ചീസാണ് ഈ ഹലൂമി ചീസ്. മാംഗോ സീസൺ ആയതുകൊണ്ട് മാംഗോ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗ്രീൻസ് ഉണ്ട്, മൈക്രോ ഗ്രീൻസ്. നല്ല ടേസ്റ്റ് ആയിട്ടാ, റിയലി ഗുഡ്. ഭയങ്കര റിഫ്രഷിങ്. നോക്കിയാണ് കഴിഞ്ഞ സാലഡ് ഗൈസ്. ഹലൂമിയും മാംഗോ ഇത്രയും നല്ല കോമ്പിനേഷൻ ആണ്. പക്ഷെ മെസ്സിയാണ്. ടിഷ്യൂ കുറേ വേണ്ടി വരും. ഇത് മെസ്സി ആവാതെ കഴിക്കാൻ പറ്റില്ല. ഷെയർ ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ, ഒരാൾക്കേ കഴിക്കാൻ പറ്റുള്ളൂ. ക്വാണ്ടിറ്റി കുറവാണ്. സ്മോൾ പ്ലേറ്റാണ്. 400 റുപ്പീസിന് കുറച്ച് 400 3 പീസേ ഉള്ളൂ. ഒരു 5 പീസ് വേണം. ഹലൂമിയല്ലേ കൊള്ളാം ഗൈസ്. മാങ്ങയും തക്കാളിയും ഉള്ളിയും മിൻറ്റും എല്ലാം കൂടെ ഇട്ടിട്ട് സാലഡ് കൊള്ളാം. മാംഗോ സീസൺ കഴിഞ്ഞാൽ ഇവിടെ വരാം ഇനി. അപ്പോൾ എന്തായാലും അടുത്ത എന്താണ് പരിപാടി എന്ന് ആലോചിക്കട്ടെ ഗൈസ്. എന്തെങ്കിലും തിന്നണോ അല്ല വേറെ എവിടെയെങ്കിലും പോകണോ എന്നുള്ളത് നോക്കട്ടെ. ബൈ. നമ്മൾ കൊക്കോ ട്രീയിൽ വന്നിരിക്കുകയാണ് വീണ്ടും. ശ്വാസില്ലെങ്കിലും നൈറ്റ് മോഡാണ്. നൈറ്റ് മോഡ് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. കൊള്ളാം കേട്ടോ, നല്ല കളിച്ച. എന്നാലും കയറിയിട്ട് മെയിൻ കോഴ്സായിട്ട് ഒരു പാസ്ത കഴിച്ചിട്ട്. വിശപ്പുണ്ടോ അവിടെ? വിശപ്പുണ്ടോ? നമ്മൾ അവിടെ നിന്ന് ഒരു ടാക്കോ മാത്രമേ കഴിച്ചുള്ളൂ. ഫസ്റ്റ് വേണമെങ്കിൽ ഗൈസ് ഒരു പാസ്തയും കൂടെ കഴിച്ചിട്ട് മെയിൻ കോഴ്സ് ഡിന്നർ. അതാണ് സ്മെല്ലുണ്ട് കേട്ടോ. ഇവിടെ എന്തോ ഓട എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ആ സൈഡിൽ ഒന്ന് പൊട്ടി കിടക്കും. അപ്പോൾ ഗൈസ് കയറിയിട്ട് വരാം. ബൈ.
അങ്ങനെ ഗൈസ് നമ്മൾ അകത്തോട്ട് കയറിയിരിക്കുകയാണ്. എന്തെന്ന് വെച്ച് പുറത്ത് ഭയങ്കര കഴിഞ്ഞാൽ കൊതുക്കൾ. കൊതു സനിയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? മോസ്കിറ്റോ ബി പോസിറ്റീവ്. അതാണ് കൊതുക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം. ഓ പോസിറ്റീവ്. അപ്പോൾ ഗൈസ് പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ കൊതുക് അറ്റാക്ക് ചെയ്തു. അതുകൊണ്ട് നമ്മൾ അകത്ത് കയറി. എന്നെ അറ്റാക്ക് ഒന്നും ചെയ്തില്ല, സനിയാണ്. എന്നെ അറ്റാക്ക് ചെയ്യണ നീ പോയി. ഫീമെയിൽ സിംഗിൾ കൊതുക്കളാണെന്ന് തോന്നുന്നു. അയ്യ തമാശ. ഫീമെയിൽ സിംഗിൾ കൊതുക്കൾ സനിയെ അറ്റാക്ക് ചെയ്തു. നമ്മൾ പാസ്ത ഞാൻ മറ്റേ ശ്വാസ് പോയതോടുകൂടി സെയിം ഓർഡർ ഒന്നും അയ്യോ മാറ്റിയിട്ടില്ല. പാവൻ ഷാസ്, അവന്റെ ഫേവറേറ്റ് അല്ലേ പാസ്ത, അല്ല മറ്റേ സാലഡ്. റോട്ടിസറി ചിക്കൻ ആണ് ഓർഡർ ചെയ്തത്. ഞാൻ ആസ് യൂഷ്വൽ എന്റെ അലിയോ ഷാസിന്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു സാലഡ് വാങ്ങി ഇവിടെ വെച്ചാലോ? വെറുതെ സാലഡ് വാങ്ങി അവന്റെ ഓർമ്മയ്ക്കായി അവ ഇവിടെ ഉണ്ടെന്ന് കഴിഞ്ഞ് നമ്മളിവിടെ വെക്കുന്നു. ഇവക്ക് വട്ടായി കേസ്. അവളെ കൊണ്ട് മിക്കവാറും ഒരു ഭ്രാന്തം വ്ലോഗ് ആവാനുള്ള ലക്ഷണമാണ്. ഞാനൊരു അലിയോ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പം അത് വേണ്ട, അതും കഴിച്ചിട്ട് ഇന്നത്തെ ദിവസത്തേക്ക് വൈൻഡ് അപ്പ്. അങ്ങനെ ഗൈസ് എന്റെ പാസ്ത വന്നിരിക്കുകയാണ്. അലിയോ ഗ്രീൻ സിറപ്പ് ഒഴിച്ച പാസ്ത. ഗ്രീൻ സിറപ്പ് ഒന്നുമില്ല, അത് ജസ്റ്റ് എന്റെ എന്തോ ഡെക്കറേഷന് വേണ്ടിയിട്ടേക്കുന്നത്. ചിക്കൻ അത് മിക്സ് ചെയ്യണം അവിടെ മന്ദബുദ്ധി. എല്ലാം ആക്രാന്തമാണ്. അതിന് ഇത്രയ്ക്ക് ഫുഡിനോട് ആക്രാന്തമുണ്ട്. അതൊന്ന് ഞാൻ മിക്സ് ചെയ്യട്ടെ, മിക്സ് ചെയ്തിട്ട് തിന്നാം. ഇത് ഏകദേശം ഒരു സോസേജിന്റെ കൺസിസ്റ്റൻസിയിലാണ്. അത് എങ്ങനെയാന്ന് ഒരു പിടിയും കിട്ടില്ല കേട്ടോ. എനിക്ക് മനസ്സിലാവില്ല അതിന്റെ ഒരു കൺസിസ്റ്റൻസി എന്താ. ഇതേപോലെ എങ്ങനെയാണ് ചെയ്യണേന്നുള്ളത് നിങ്ങൾ പറയും. ചിക്കൻ ടേസ്റ്റാ. ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ എന്തുകൊണ്ടാണ് തിന്നുന്നത്? ഞാനല്ലേ പറഞ്ഞത്. നീയല്ലേ ഈ തല പറഞ്ഞു കൊടുത്തത് നമ്മൾ. അത് സത്യം. ഇത് ഒരാൾക്ക് ഇത് ഒരെണ്ണം ഷെയർ ചെയ്യാനുള്ള സാധനം അല്ല. ഇത് 2 സെക്കൻഡിൽ തീർത്ത് ഞാൻ കാണിച്ചു തരാം. ഇത് നോക്കിയാണ് ചിക്കൻ ഓർഡർ ചെയ്തതാണ്. ഒരു മൊന്ത പാസ്ത തിന്നുന്ന നോക്കി. എന്നിട്ട് ഇത് ഞാൻ വേസ്റ്റ് ആക്കുമ്പോൾ എവളെ ഇങ്ങനെ ആക്രാന്തം കൊണ്ട് തിന്നുന്നു. അപ്പൊ എന്റെ കേസ് ആലോചിച്ചത് ഇതൊന്നും വേസ്റ്റ് ആവൂല, പേടിക്കണ്ട. ഇതിന്റെ ഒരു ചിക്കന്റെ ഒരു ഇതെങ്ങനെ സോസേജ് പോലെ ഒന്നും ചെയ്യണ്ട. കൊളാക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ഈ ചിക്കൻ സോസേജിന്റെ ഒരു കൺസിസ്റ്റൻസിയാണ്. എങ്ങനെ ഒരു വേഗം ഒരു പിടിയില്ല. ചിക്കൻ്റെ അകത്ത് വെള്ളം കുത്തിവെക്കുന്നു. ഇതാണ് ഇതെന്തോ ഗ്രീൻ സിറപ്പാണ് അല്ലേ? പാസ്തയുടെ ആ ഒരു സിൽക്കിനെസ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. കണ്ടാ? പക്ഷെ എനിക്ക് ഈ സോസ് ഇഷ്ടമല്ല കേട്ടോ. ഇതിന്റെ നടുക്ക് കഴിക്കണ്ട, അത് ചുമ്മാ ഡെക്കറേഷൻ. എനിക്ക് ചിക്കൻ എന്ത് ഭംഗിയായിട്ട് കിടക്കണം നോക്കി. ഇത് കണ്ടു കഴിഞ്ഞാൽ സോസേജ് കട്ട് ചെയ്ത പോലെ അല്ലേ? അല്ലേ? കട്ട് ചെയ്യണോ? എല്ലാരും കണ്ട് തട്ടിക്കളിക്കേണ്ട ആവശ്യമില്ല. രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഈ അലിയോ നിങ്ങൾ വന്ന് കഴിക്കുക. അൺബിലീവബിൾ ടേസ്റ്റ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് കേസ് കൊച്ചിയിലെ. റെസ്റ്റോറൻറ്റ് വൺ ഓഫ് ദ ടോപ്പ് ഡിഷായിട്ട് ഞാൻ വേറെ ലെവൽ. സിമ്പിൾ, ഭയങ്കര സിമ്പിൾ ഡിഷാണ്. പക്ഷെ അതിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ. ഇറ്റലിക്കാർ വരെ ഇതൊന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഇറങ്ങി പോകും. ഇങ്ങനെയും പാസ്ത ഉണ്ടാക്കാന്നുള്ളത് അവരുടെ അത് പ്രത്യേക ടേസ്റ്റാണ്. ഇതെല്ലാം അവരാ ഉണ്ടാക്കുന്നത്. അവരവിടെ തന്നെ നൂഡിൽസ് ഉണ്ടാക്കിയിട്ട് അവർ ചെയ്യുന്നത്. അതൊന്നും ഒരു കാര്യമില്ല. അവിടെ പോയിട്ടൊന്നും ഒരാളെന്നില്ല മൊന്ത തിന്നുന്ന തിന്നത്. അത് സത്യമാണ്. നമുക്ക് വേണ്ട ഫ്ലേവേഴ്സ് ഇവിടെയാണ് ഇടുന്നത്. അവിടുത്തെ അലിയോലിയോ ഭയങ്കര സിമ്പിൾ. ഇത് ഇന്ത്യൻ ഫ്ലേവർ ഒന്നും അല്ല, ഇത് ഭയങ്കര സിമ്പിൾ. ഇങ്ങനെ ഞാൻ ഒരുപാട് അലിയോലിയോ കഴിച്ചിട്ടുണ്ട്. പക്ഷെ വേറെ ഒരു ടേസ്റ്റ്. ഇതൊരു കുറച്ച് ക്രീമി അല്ലേ? അതിന് ചൂട് ഇത് ഉണ്ടാക്കുന്ന വെള്ളത്തിലാണ് അവർ പിന്നെ ഉണ്ടാക്കുന്നത്. അതെ അതെ, അതിലാണ് അവർ ചിക്കനും പാസ്ത ഉണ്ടാക്കുന്നതെന്ന് എനിക്കല്ല. സോറി, പാസ്ത ഉണ്ടാക്കുന്ന വെള്ളമാണ് അവർ പിന്നെ സോട്ട് ചെയ്യാനും ഇടുന്നതെന്ന് തോന്നുന്നു. അതായിരിക്കും ആ ഒരു ടേസ്റ്റ് വരുന്നത്. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഭയങ്കരമായിട്ട് അത് ബ്ലാങ്ക് ആയി പോകും. യൂറോപ്പിൽ കിടന്ന ഒരാളാണ് ഈ പറയുന്നത്. ദിസ് ഈസ് എക്സലന്റ് കുക്കിംഗ് അങ്ങനെ പറയും. നല്ല അടിപൊളി പ്ലേറ്റ്. നല്ല പ്ലേറ്റ്. ഇതാണ് ചിക്കൻ. ഞാൻ അത് കാണിക്കാൻ വേണ്ടിയാണ്. നല്ല ടെക്സ്ചേർഡ് പ്ലേറ്റ്. ചിക്കൻ മാത്രം ഞാൻ വെച്ചത്. ഇതാണ് ഇവരുടെ ചിക്കൻ്റെ കൺസിസ്റ്റൻസി. സോസേജ് പോലെ സ്റ്റീം ചെയ്തതായിരിക്കും. എന്താണെന്ന് സ്റ്റീംഡ് ചിക്കൻ പോലെ ഉണ്ട് കേട്ടോ. ബോയിൽഡ് അല്ല, സ്റ്റീംഡ്. ഒലിവ് ഓയിലില് ഗാർലിക് മറ്റേ ആ സംഭവം ഗ്രീൻ ലീവ്സ് അതുണ്ട്. എൻ്റെ അകത്തോട്ട് ഇറങ്ങി കയറി നോക്കിയാണ്. അങ്ങനെ വന്നിരിക്കുകയാണ്. ഓൾറെഡി ഒഴിച്ചിട്ടുണ്ട്. വേണമെന്ന് എക്സ്ട്രാ വേണമെങ്കിൽ മാത്രം അതിലോട്ട് ഒഴിച്ചാൽ മതി.
മൈ ഗോഡ്, ആകെ ഉള്ളൂ. എടോ അന്ന് ഞാൻ വാങ്ങിച്ചപ്പോൾ എനിക്ക് ഒരു പീസ് ഉണ്ടായിരുന്നുള്ളൂ ടേക്ക് അവേ. അപ്പൊ ഇയാളെ പറ്റിച്ച്. അന്ന് ഞാൻ ഒരു ഒറ്റ പീസ് ലോങ് പീസ് ഉണ്ടായിരുന്നു. എനിക്ക് കുറച്ച് വലിയ പീസായി തന്നത്. ഇല്ല, ഈ സാധനം ഇവിടുത്തെ ടോപ്പ് സാധനമാണ് ഗൈസ്. ഷാസിന്റെ ഒക്കെ ഫേവറേറ്റ് ആണ്. എന്റെ ജ്യൂസി എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ജ്യൂസിയാണ്. അന്നൊക്കെ ഞാൻ ട്രൈ ചെയ്ത്. പാസ്ത കിടക്കുന്ന ചിക്കൻ എത്ര ജ്യൂസി ആണെങ്കിൽ അപ്പൊ ഇതിന്റെ കാര്യം ആലോചിച്ചു നിങ്ങൾ. റൈസ് ആണോ കേട്ടോ, ഭയങ്കര സോഫ്റ്റ് ആണ്. ജ്യൂസി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ വേറെ ലെവൽ ജ്യൂസിയാണ്. മടാന്ന് തിന്നണോ സൂപ്പറല്ലേ? അതന്നെ പോർച്ചുഗലിൽ കിട്ടുമോ? പോർച്ചുഗൽ ചിക്കൻ എനിക്ക് ഇഷ്ടമല്ല. അതന്നെ നമ്മുടെ നാട്ടിലാണ് ഫ്ലേവറൊക്കെ വരുള്ളൂ. അവിടെ ഒന്നും ഫ്ലേവർ എന്ന് പറഞ്ഞ സാധനം അവന്മാര് കൊച്ചിയിൽ വീണ്ടും വേണം കപ്പലേറി അടിച്ചോണ്ട് പോകാൻ. അല്ലാതെ അവന്മാരൊന്നും ജന്മം ചെയ്താ ഇങ്ങനത്തെ ടേസ്റ്റുള്ള ഫുഡ് തിന്നാൻ പറ്റൂല. അവിടുത്തെ വേറെ ടേസ്റ്റാ. അവിടത്തെ ടേസ്റ്റ് ഇല്ല, അതുകൊണ്ടാണ് ആൾക്കാർ അങ്ങോട്ട് പോവാത്തത്. എന്റെ വേറെ ഫുള്ളായി, ഡയറ്റാണ് ഇപ്പൊ ജിം തുടങ്ങി. എന്താണോ ഇതാണോ പീസ് ഉള്ള എണ്ണയൊക്കെ എടുത്ത് വാരി എടുത്തിട്ട് ഈ സാധനമാണ് ചില്ലി ഓയിലിൽ ഡ്രഞ്ച് ആയിട്ടുള്ളത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടോ, അടിപൊളി സാധനം. ഞാൻ അന്ന് സോനുവിൻ്റെ കുറച്ച് ടേസ്റ്റാണ് ചെയ്തത്. അങ്ങനെ അകത്തോട്ടൊന്നും വലിയ മാരിനേഷൻ ഇല്ല, പക്ഷെ വെളിയിലാണ് ഇതിന്റെ ഫ്ലേവർ. അകത്ത് ഭയങ്കര ജ്യൂസിയാണ്. ഫോർക്ക് വെച്ച് എനിക്ക് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഈ സാധനം, അത്രയും സോഫ്റ്റാണ്. അടിപൊളി വെറൈറ്റി ശേഷം എന്താണോ പേരെന്താ? ഫൈവ് സ്പൈസ് റോട്ടിസറി ചിക്കൻ. നിങ്ങളുടെ സ്പെഷ്യൽ ചിക്കൻ എന്ന് ചോദിച്ച് ഓർഡർ ചെയ്യാം. ഒന്നും വേണം, 5 സ്പൈസ് റോട്ടിസറി ചിക്കൻ. ചെറിയ പൊടുപ്പുള്ള സോസാണ്. മാഷ് പൊട്ടറ്റോ എന്തോ ടേസ്റ്റ് നല്ല ടേസ്റ്റ്. ഈ മാഷ് പൊട്ടറ്റോ കഴിച്ചോ? എവിടെ മട തിന്നണ നോക്കിയാണ്. മാഷ് പൊട്ടറ്റോ എന്നും വന്ന് ഇവിടെ നിന്ന് തിന്നുന്നതാണ് പറയുന്നത്. മാഷ് പൊട്ടാറ്റോയും ആ ഒരു സോസും സോ ഗുഡ്. കഴിച്ചിട്ട് വിശപ്പില്ല എന്ന് പറഞ്ഞിട്ട് ഒരു രണ്ടുപേരും കഴിഞ്ഞു ഗൈസ്. ഭയങ്കര തീറ്റിയാണ് അവള്. എന്റെ വേറെ പാസ്ത ആയിരുന്നു ഗൈസ്. ഇത് ഈ പാസ്തയുടെ പാതി അവള് തിന്ന് എന്നിട്ട് ആ ചിക്കൻ മൊത്തം തിന്നുകയും ചെയ്തു. എന്നിട്ട് കേരളത്തിന് മുമ്പ് പറഞ്ഞ് വിശപ്പൊന്നും ഇല്ലെന്ന്, എനിക്കൊന്നും വേണം. ഇവിടെ വന്നിരുന്ന് രണ്ടുപേരുടെ ഫുഡ് ഒറ്റയ്ക്ക് തട്ടി. നല്ല ടേസ്റ്റ് അടിപൊളിയാണ് ഗൈസ്, അത് ഞാൻ സമ്മതിച്ചു തരും. എനിക്ക് പ്രത്യേകിച്ച് അലിയോ അയ്യോ ഞാൻ ഫാനാണ്. ഞാൻ ഈ എന്തെങ്കിലും എനിക്ക് ചീറ്റ് മീൽ കഴിക്കാൻ തോന്നുന്നെങ്കിൽ ഞാൻ വന്ന് ഈ ഒരു പാസ്ത കഴിക്കുന്നതായിരിക്കും ഗൈസ്. ഉച്ചയ്ക്ക് വന്ന് കഴിക്കാൻ പോകും. രാത്രി ഞാൻ ഫുഡ് നിർത്താൻ പോകും. കൂട്ടുകെട്ടാണ് എന്റെ പ്രശ്നം. നോക്കട്ടെ എവളാണ് മെയിൻ തീറ്റി പണ്ടാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും കുറച്ചൊന്ന് ഡയറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് ഗൈസ്. ഞാൻ പരിചയപ്പെട്ടതിന്റെ അന്ന് മുതൽ 4-5 വർഷമായിട്ട് ഞാൻ കേൾക്കുകയാണ്. നാളെ മുതൽ ഞാൻ ഡയറ്റാണ്. പക്ഷെ നാളെ മുതൽ യഥാർത്ഥ നാളെ മുതൽ ഞാൻ ഡയറ്റാണ്. അപ്പൊ ഗൈസ് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. അങ്ങനെ ഗൈസ് ഞാൻ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇനിയിപ്പം ഇന്നത്തേക്ക് വേറെ ഒന്നുമില്ല ഗൈസ്. ഞാനിപ്പോൾ കിടന്ന് ഉറങ്ങാൻ പോകണം. ഉറക്കം ഒന്ന് ശരിയാക്കി എടുക്കണം ഈ ഒരാഴ്ച. അതാണ് എൻ്റെ മെയിൻ പ്രയോറിറ്റി. അപ്പോൾ ഇനി വ്ളോഗ്സ് ചെറുതായിരിക്കും ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ, ആരെങ്കിലും മീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ പോകുന്നെങ്കിൽ ഞാൻ അതിൻ്റെ മാത്രം വ്ളോഗ് കട്ട് ചെയ്തിടാന്നുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. ആൻഡ് ഡ്യൂറേഷൻ കുറച്ച് ചെറുതായിരിക്കും, ബട്ട് ഇറ്റ്സ് ഓക്കെ. അല്ലെങ്കിൽ കൺസിസ്റ്റൻസി പോകും ഗൈസ്. സോ മാക്സിമം ഞാൻ നോക്കാം എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യാനായിട്ടുള്ളത്. ആൻഡ് പിന്നെന്താ, ഹെൽത്ത് നോക്കലാണ് ഗൈസ് മെയിൻ പ്രയോറിറ്റി. ആൻഡ് ലെറ്റ്സ് സീ, കുറച്ച് ട്രാവലിംഗ് പരിപാടിയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാം എങ്ങനെ വരുമെന്ന് നോക്കാം ഗൈസ്. ഡെയിലി വ്ളോഗ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം നാളെ ഞായറാഴ്ച ചെറുതായിട്ടൊന്ന് വർക്കൗട്ടൊക്കെ ചെയ്ത് തുടങ്ങണം. ജിമ്മിലൊക്കെ ഒന്ന് പോയി ഒന്ന് ദേഹമൊക്കെ ഒന്ന് നനക്കണം. കുറേ നാളായല്ലോ. അപ്പോൾ ഈ സ്ട്രെച്ചൊക്കെ ചെയ്യുമ്പോൾ തന്നെ നല്ല പെയിൻ ഉണ്ട്, ബോഡി ഭയങ്കര സ്റ്റിഫാണ്. അപ്പം അതൊന്ന് മാറ്റിയെടുക്കണം, അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. അപ്പോൾ എന്തായാലും ഗൈസ്, താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. ആൻഡ് നമ്മളല്ലേ ഇപ്പം ഞാൻ കമൻസൊക്കെ കാണാറുണ്ട്. ഹ്യൂജ്ലി ഗ്രേറ്റ്ഫുൾ ഫോർ ഓൾ ദി ലവ് ആൻഡ് സപ്പോർട്ട് ഗൈസ്. സോ താങ്ക് യു വൺസ് അഗെയിൻ. ആൻഡ് മാക്സിമം വ്ളോഗ് കൺസിസ്റ്റൻ്റ് ആക്കാൻ നോക്കാം ഗൈസ്. ഷാസ് പോയാണ്ട് ഞാൻ പറ്റില്ല, വീടൊക്കെ ഉറങ്ങി കിടക്കുകയാണ്. അപ്പോൾ ഞാനും ട്വിക്സുമാണ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണത്. എൻ്റെ ഇടയ്ക്കിടയ്ക്ക് ദിയെ അല്ലെങ്കിൽ സോനു വരും. ഇത് തന്നെ ആ കൂടെ ഉള്ള എനിക്ക് തോന്നുന്നു ഇനിയുള്ള കമ്പനി വേറെ ആരും ഇല്ല. എൻ്റെ കാർത്തി, എനിക്ക് തോന്നുന്നു കാർത്തിയും ബിസി ആവാൻ ചാൻസ് ഉണ്ട്. അവൻ്റെ ഷൂട്ടൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവനും കുറച്ച് ബിസി ആയി. പക്ഷെ എന്തായാലും ഫ്രീ ആവുന്നെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ക്യാച്ചപ്പ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. അവന് ഞാൻ പറഞ്ഞില്ല കുറച്ച് ഇത്തിരി മൈൻഡ് ബ്ലോക്കാണ്. ആ വ്ളോഗിൽ പറഞ്ഞ പോലെ ഹീസ് ടേക്കിംഗ് ഹിസ് ടൈം. അപ്പം ധൃതി പിടിക്കേണ്ട ഗൈസ്. കീപ് സപ്പോർട്ടിങ് ഹിം, ഹി വിൽ ബി ബാക്ക്. അവൻ്റെ വ്ളോഗും സാധനങ്ങളൊക്കെ ആയിട്ട് അവൻ ഉടനെ തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്നും അതിൻ്റെ ഒരു ഞാൻ പറഞ്ഞത് നമുക്ക് ചുമ്മാ ഇടാമെന്ന് തോന്നുന്നു. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ വ്ളോഗ് ചെയ്യാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും വരത്തുള്ളൂ. അപ്പം അവനും എനിക്ക് തോന്നുന്നു ആ ഒരു പ്രോസസ്സ് ഇത്രയും വർഷമായിട്ട് ചെയ്യുന്നതല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ട് ഇൻട്രസ്റ്റിംഗ് സാധനങ്ങൾ അല്ലെങ്കിൽ അവന് തന്നെ കുറച്ച് ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് എടുക്കുന്ന ആവാം.
സോ ലെറ്റ്സ് ഗീവ് ഹിം ഹിസ് ആ ഒരു സ്പേസ് കൊടുക്കാൻ ഗൈസ്. ലെറ്റ് ഹിം ടേക്ക് ഹിസ് ടൈം ആൻഡ് ഹി വിൽ ബി ബാക്ക് വിത്ത് മോർ ക്രിയേറ്റീവ് വീഡിയോസ്. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഇൻസ്പിറേഷനാണ് അവൻ ഗുരു പോയിട്ട് എത്രയും പെട്ടെന്ന് ആക്റ്റീവ് ആവണമെന്നുകൊണ്ടാണ് ഞാനും വെയിറ്റ് ചെയ്യാൻ അവൻ്റെ വ്ളോഗിന് വേണ്ടി. അതൊക്കെ കാണുമ്പോഴാണ് നമുക്കൊരു മോട്ടിവേഷൻ വരുന്നത്. അപ്പോൾ എന്തായാലും ഞാനും പുഷ് ചെയ്യുന്നുണ്ട് ഗൈസ്, കാണുമ്പോഴൊക്കെ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും നോക്കാം പെട്ടെന്ന് വരുമോ. അതുമാത്രമല്ല ബിരിയാണി സാധനവും ചെയ്യാനുള്ളതാണ്. അപ്പോൾ അവനൊന്ന് മൈൻഡ് സെറ്റായിട്ട് വേണം എനിക്ക് ഇറങ്ങാനായിട്ട്, ഫ്രീ ആവണമല്ലോ. ലെറ്റ്സ് സീ ഗൈസ്. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ഗുഡ് നൈറ്റ്. അവിടെ കഥ തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ടാറ്റാ ഗൈസ്, ലവ് യു ഓൾ, ബൈ.